ഹലോ ഗേസ്, അപ്പം ഞങ്ങൾ ഇന്നുണ്ടല്ലോ മത്തൻ്റെ ഇല പറിക്കാനായിട്ട് നമ്മൾ വയലിലോട്ട് പോവാം. അപ്പം ഞങ്ങൾ വയലിൽ എത്തിയിട്ടുണ്ട് ഗേസ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മളിതേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ്. എന്ത് ഭംഗി അവിടെ കാണാം. അവിടെ അതേ ആമ്പൽപ്പൂ കിടക്കുന്നു. ഇതായിരിക്കുന്നു താമര, കണ്ടില്ലേ? ഹലോ ഗേസ്, ഇതാണ് നമ്മുടെ മത്തൻ്റെ പൂവ്. അപ്പം നമ്മൾ ഇത് വെട്ടിക്കൊണ്ടുപോവാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാലോ. അപ്പം ഗേസ്, ഇത് നമ്മൾ വെട്ടിയിട്ടുണ്ട്. അയ്യോ, ഇത് കിട്ടുന്നില്ല കേട്ടോ. ഇതാ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്. നമുക്ക് കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും വെക്കാമല്ലോ. ഇതാ മത്തൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിൽ. സത്യം പറഞ്ഞാൽ ഇതേ കുഞ്ഞ് മത്തൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നു. അപ്പം നമ്മൾ മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് നടന്നാണ്ട് പോയാൽ ഗൈസ് നേരെ എത്തുന്നു വീണ്ടും ഒരു പൂവിൻ്റെ അടുത്ത്. ഇതാ ഗൈസ്, അപ്പം മത്തൻ്റെ ഇലൻ്റെ പൂ ഒന്നും കൂടി കിട്ടി. ആ ഉറുമ്പ് മെല്ലെ എടുക്കത്. ആ, ഞങ്ങൾക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ഭംഗിയാ കാണാൻ. അങ്ങനെ 2 കിട്ടി. ഒന്നും കൂടി ഉണ്ട് ഗേസ്, കിട്ടിയിരിക്കുന്നു. കാട്ട്. ഓ, എത്ര കിട്ടിയെന്ന്. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു മത്തൻ്റെ ഇല കഴിക്കണമെന്ന്. മത്തൻ്റെ ഇലക്കറി കഴിക്കാൻ. ഇത് ഗേസ് എന്ത് ഭംഗിയാ. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇനി വീണ്ടും പോകുന്നത്. 4 കിട്ടിയിട്ടുണ്ട് ഗേസ്. അപ്പം നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇനി നമ്മളൊരു ചെമ്പരത്തി പൂ കാണിച്ചു തരാം. നല്ല ചുവപ്പ് കളർ ചെമ്പരത്തി പൂവാണ് ഇവിടെ കാണുന്നത്. നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെ എന്താ പറയുക, തെച്ചിപ്പൂവ് എന്ന് പറയൂലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പൂവാണ് കാണുന്നത്. എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ. നേരെ നോക്കിയ നമ്മുടെ വയൽ, അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമ്മളുടെ മത്തൻ പൂവ് എടുത്തിട്ടുണ്ട്. മത്തൻ്റെ ഇലയുണ്ട്, മത്തൻ പൂവ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ കുറേ മത്തൻ പൂവ് എടുത്തു. ഇപ്പം നമ്മൾ ആകെ ഒരു 4 മത്തൻ പൂവ് എടുത്തു. നമ്മൾ മത്തൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു ചട്ടി നിറച്ചുണ്ട്. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ വീട്ടിലിട്ട് ഗേറ്റൊക്കെ അടക്കുകയാണ്. ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ, ഒരു ലോഡ് മത്തൻ്റെ ഇലയും മത്തൻ പൂവും. എന്ത് ഭംഗിയാണ് കാണാൻ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മത്തൻ്റെ ഇലയെ കുറിച്ചോ ഇങ്ങനെ വയലിനെ കുറിച്ചോ പറയാനുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.